എല്ലാവർക്കും നമസ്കാരം. എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ എടുക്കാം? പലിശ നിരക്ക് എത്രയാണ്? ഈടില്ലാതെ ലോൺ ലഭിക്കുമോ? തിരിച്ചടവ് എപ്പോൾ തുടങ്ങും? പഠന സമയത്ത് ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരുമോ? അതോ ജോലി കിട്ടിയതിന് ശേഷം തിരിച്ചടച്ചാൽ മതിയോ? ഇതുകൂടാതെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അത് കാണാതെ ഒരിക്കലും നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കരുത്. കാരണം ആ കാര്യം മനസ്സിലാക്കിയാൽ എഡ്യൂക്കേഷൻ ലോൺ എന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യത ആകില്ല എന്നത് ഉറപ്പാണ്. ഇന്ന് കേരളത്തിൽ MBBS, BSc നഴ്സിംഗ്, BTech, പാരാമെഡിക്കൽ, MBA തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നവരാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഡ്യൂക്കേഷൻ ലോൺ ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദേശത്ത് ഏതെങ്കിലും കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് BSc നഴ്സിംഗ്, BTech, MBBS, പാരാമെഡിക്കൽ കോഴ്സുകൾ, MBA തുടങ്ങിയ കോഴ്സുകൾക്കാണ്. അതേസമയം വിദേശത്ത് പഠിക്കാൻ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവരിൽ ഭൂരിഭാഗവും BSc നഴ്സിംഗ് കോഴ്സിനും പിന്നെ MBA, MTech തുടങ്ങിയ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുമാണ്. കേരളത്തിലെ ചില വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്തെന്നാൽ ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി പ്രൈവറ്റ് ബാങ്കുകളെയോ സ്വകാര്യ സ്ഥാപനങ്ങളെയോ സമീപിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ പബ്ലിക് സെക്ടർ ബാങ്കുകൾ നൽകുന്ന എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചാണ്. കാരണം എപ്പോഴും പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. ചില സ്വകാര്യ ബാങ്കുകളും ഫിനാൻസ് സ്ഥാപനങ്ങളും 15 മുതൽ 22% വരെ പലിശ ഈടാക്കുമ്പോൾ SBI, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പലിശ തുടങ്ങുന്നത് തന്നെ 6.60% മാത്രമാണ്. ഇനി ഈടില്ലാതെ എത്ര ലോൺ വരെ ലഭിക്കും എന്ന് നോക്കാം. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈടില്ലാതെ എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കുമോ എന്നത്. തീർച്ചയായും ലഭിക്കും. സാധാരണയായി 4 ലക്ഷം വരെയുള്ള ലോണിന് യാതൊരു കൊളാട്രൽ ആവശ്യമില്ല. അതായത് സെക്യൂരിറ്റിയായി ഒന്നും നൽകേണ്ടതില്ല എന്നർത്ഥം. രക്ഷിതാക്കൾ കോ ആപ്ലിക്കൻ്റായി നിന്നാൽ മതി. 4 ലക്ഷം മുതൽ 7.5 ലക്ഷം വരെയുള്ള ലോണിനും സാധാരണ വസ്തു ഈട് നൽകേണ്ട സാഹചര്യമില്ല. പക്ഷേ തേർഡ് പാർട്ടി ഗ്യാരണ്ടർ ആവശ്യമായി വന്നേക്കാം. അതായത് ഒരു ഗ്യാരണ്ടർ ആയി ആരെങ്കിലും നിൽക്കേണ്ടി വരും. ഇനി 7.5 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മിക്ക ബാങ്കുകളും വസ്തു, വീട് അല്ലെങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കൊളാട്രൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദേശ പഠനത്തിന് 30, 40 അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി വേണം സ്റ്റഡി എബ്രോഡ് പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ. ഇനി ലോൺ തിരിച്ചടവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ലോൺ എപ്പോൾ തിരിച്ചടയ്ക്കണം? പഠിക്കുന്ന സമയത്ത് EMI അടയ്ക്കണോ? അതോ പഠനം കഴിഞ്ഞ് ജോലി ലഭിച്ചതിന് ശേഷം തിരിച്ചടച്ചാൽ മതിയോ? തിരിച്ചടവ് മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. സാധാരണ എഡ്യൂക്കേഷൻ ലോണിന് കോഴ്സ് കഴിയുന്നതുവരെ തിരിച്ചടവ് ഉണ്ടാകാറില്ല. പൊതുവെ കോഴ്സ് കഴിഞ്ഞ ശേഷം 6 മാസം മുതൽ 1 വർഷം വരെ പല ബാങ്കുകളും മൊറട്ടോറിയം പീരിയഡ് നൽകാറുണ്ട്. അതായത് കോഴ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ ശേഷമാണ് പൊതുവെ EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ബാങ്ക് ലോൺ നൽകുന്ന ദിവസം മുതൽ പലിശ കണക്കാക്കി തുടങ്ങും എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം അടയ്ക്കാൻ സാധിക്കുന്നവർക്ക് പിന്നീട് ഈ ലോൺ എന്നൊരു കാര്യം വലിയ ഭാരമായി വരാറില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെൻറ്റ് പോളിസി, കൊളാട്രൽ, ഗ്യാരണ്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ലോൺ എടുക്കുന്ന ബാങ്കിൻ്റെ പോളിസി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നതുകൂടി മനസ്സിലാക്കണം. ബാങ്ക് ലോൺ കൂടാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷന് ലഭിക്കുന്ന പലർക്കും അറിയാത്ത ചില പദ്ധതികളുമുണ്ട്. ഉദാഹരണത്തിന് വാർഷിക കുടുംബ വരുമാനം 4.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം അതായത് CSIS പ്രകാരം മൊറട്ടോറിയം പീരീഡിലെ പലിശ സർക്കാർ നൽകുന്ന സ്കീമുകൾ ഉണ്ട്. പിന്നെ കേരള സർക്കാരിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ലോൺ ഗ്യാരണ്ടി സ്കീം, വിദ്യ സമുന്നതി തുടങ്ങിയ പദ്ധതികളും അർഹരായ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ സഹായകരമാണ്.
ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി ഒരേ സമയം നിരവധി ബാങ്കുകളിലേക്ക് ഒരുമിച്ച് എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുമ്പ് ഈ പദ്ധതികൾക്ക് നിങ്ങൾ അർഹരാണോ എന്നുകൂടി പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ ബാങ്കുകളിൽ എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ്. ലോൺ കിട്ടുമെന്ന കാരണത്താൽ പലരും ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാറുണ്ട്. പക്ഷേ കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ലോൺ തിരിച്ചടവ് മുടങ്ങി പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്ലേസ്മെൻറ്റുള്ള ഒരു കോളേജുകൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അത് ഏത് കോഴ്സായാലും. മറ്റൊരു കാര്യം ഉള്ളത്, ഫ്രഷേഴ്സിന് തുടക്കത്തിൽ ഒരു ജോലി ലഭിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ ലഭിക്കുന്ന പ്ലേസ്മെൻറ്റ്, ആവറേജ് സാലറി, ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ പിന്നെ ലോൺ തിരിച്ചടവിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ടി വരാറില്ല. അതുകൊണ്ട് കഴിവതും പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. BSc നഴ്സിംഗ്, MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BSc റേഡിയോളജി, BSc റേഡിയോതെറാപ്പി, BSc MLT, BSc AT ആൻഡ് OT, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc ക്രിട്ടിക്കൽ കെയർ, BSc ഡയാലിസിസ് തുടങ്ങിയ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം നല്ല ശമ്പളത്തിൽ പ്ലേസ്മെൻറ്റ് നൽകുന്ന ടോപ്പ് ഹോസ്പിറ്റലുകളും കോളേജുകളും ഇന്ത്യയിലുണ്ട്. പ്ലേസ്മെൻറ്റ് നൽകുന്ന ഈ കോളേജുകളിൽ പഠിക്കാൻ താൽപ്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. ഇനി കോഴ്സ് കഴിഞ്ഞ ശേഷം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കോഴ്സ് കഴിഞ്ഞ ശേഷം ജോലി ലഭിക്കാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ആദ്യം അത് ബാധിക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിനെയാണ്. അതായത് ഭാവിയിൽ ഹോം ലോൺ, കാർ ലോൺ, ബിസിനസ് ലോൺ തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോൺ ലഭിക്കാൻ സിബിൽ സ്കോർ കുറഞ്ഞവർക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് ആദ്യത്തെ കാര്യം. പിന്നെ എടുത്തിരിക്കുന്ന ലോൺ 7.5 ലക്ഷത്തിന് മുകളിലുള്ള കൊളാട്രൽ ലോൺ ആണെങ്കിൽ ദീർഘകാലം തിരിച്ചടവ് നടക്കാതെ വന്നാൽ ബാങ്കിന് നിങ്ങൾ ഈടായി നൽകിയ വസ്തു ലേലം ചെയ്യാനുള്ള അധികാരവുമുണ്ട്. ഈട് നൽകാതെ എടുത്ത ലോണാണെങ്കിൽ ബാങ്കിൽ നിന്നുള്ള വിളികളും മറ്റ് നടപടികളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തുക മാത്രം എഡ്യൂക്കേഷൻ ലോണായി എടുക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കാൻ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അവസാനമായി നോക്കിയാൽ വിദ്യാഭ്യാസ വായ്പ നിങ്ങളുടെ പഠനത്തിന് വളരെ ഉപകാരപ്രദം തന്നെയാണ്. പക്ഷേ തെറ്റായ കോഴ്സ് സെലക്ഷൻ, ഉയർന്ന പലിശ നിരക്ക്, പ്ലേസ്മെൻറ്റ് ഇല്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ നേടുക, ലോൺ നിയമങ്ങൾ മനസ്സിലാക്കാതെ ലോൺ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്, പ്ലേസ്മെൻറ്റ്, കോഴ്സ് അപ്രൂവൽ, ലോൺ തിരിച്ചടവ് ഈ കാര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷം മാത്രം വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോ അല്പമെങ്കിലും പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ കോഴ്സുകൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ തുടങ്ങിയ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം. താങ്ക് യു.